നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ആദ്യം പോകേണ്ടത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലേക്കാണ്. അവിടെ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കടക്കരപ്പള്ളി കൊട്ടാരം ഹരിതശ്രീയിൽ ഹരിദാസ് പണിക്കരുടെ ഭാര്യ സുമിയാണ് കൊല്ലപ്പെട്ടത്. ഹരിദാസ് പണിക്കരെ പട്ടണക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും തമ്മിലുണ്ടായ വഴക്കിനിടെ ഭാര്യയെ ഇയാൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ബുധനാഴ്ച പുലർച്ചെ 1:15 ഈ സുമി എന്ന ഇയാളുടെ ഭാര്യ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. പിന്നീട് നടന്ന അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് വ്യക്തമാവുകയായിരുന്നു. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശരണ്യ, ഇവർ തമ്മിൽ നേരത്തെയും തർക്കവും മറ്റും നിലനിന്നിരുന്നോ, അതോ പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ? പോലീസ് നൽകുന്ന ഏറ്റവും പുതിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്? രഞ്ജിത്ത്, ബുധനാഴ്ച പുലർച്ചെ 1:15 ഈ കടക്കരപ്പള്ളി സ്വദേശിയായ സുമി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ സുമിയുടെ ഭർത്താവ് ഹരിദാസിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ പിന്നീട് എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. പട്ടണക്കാട് പോലീസാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കൊലപാതക കേസ് എടുത്തിട്ടുള്ളത്. ഈ സംഭവത്തിന് ആസ്പദമായ കാര്യങ്ങൾ നടക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ 1:15 ഈ ഹരിദാസ് മിലിറ്ററിയിൽ നിന്ന് പിന്നീട് റിട്ടയർഡായി വന്ന ആളാണ്. അദ്ദേഹം പുലർച്ചയോടുകൂടി തൊട്ട അയൽപക്കത്തെ വീട്ടിലെത്തി സുമി മരിച്ചുപോയി എന്നുള്ള വിവരം വ്യക്തമാക്കുന്നു. തുടർന്ന് അയൽപക്കത്തുള്ള ആളുകൾ വന്ന് നോക്കുമ്പോൾ സെറ്റിയിൽ ചാരി കിടക്കുന്ന നിലയിലായിരുന്നു ഇവരുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ മൂക്കിൽ നിന്ന് വായിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്നത്. ആ സമയത്ത് ഈ സുമി ആശുപത്രിയിൽ കൊണ്ടുപോകാനായി ഹരിദാസിനോട് അവിടെ ഉണ്ടായിരുന്ന അയൽവാസികൾ പറഞ്ഞെങ്കിലും ഇയാൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. പിന്നീട് രാവിലെയോടുകൂടി സംസ്കാരത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇയാൾ ആരംഭിക്കുകയും ചെയ്തു. അയൽവാസികളായ ആളുകൾ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പട്ടണക്കാട് പോലീസ് നടത്തിയ പരിശോധനയിൽ ആണ് ഇത് കൊലപാതകമാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത്. അതായത് ആ വീട്ടിൽ സംസ്കാരം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഈ കടക്കരപ്പള്ളിയിലെ വീട്ടിൽ ചെയ്തിരുന്നു. അവിടെ ഈ അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഈ 58-കാരിയായ സുമി മരിച്ചു എന്നുള്ള വിവരം അയൽവാസികൾ പട്ടണക്കാട് പോലീസിനെ വിളിച്ച് അറിയിക്കുന്നു. കൊലപാതകമാണെന്ന് സംശയമുണ്ട് എന്നുള്ള വിവരവും അവർ പങ്കുവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാട്ടുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടണക്കാട് പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുമ്പോൾ തന്നെ കഴുത്തിലും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളും കഴുത്ത് ഞെരിച്ചതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയ ഘട്ടത്തിലാണ് ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം എന്നുള്ള വിവരം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുടുംബകലഹമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള വിവരമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ചില മാനസിക അസ്വസ്ഥതകളും ചില മരുന്നുകൾ ഈ സുമി വർഷങ്ങളായി കഴിച്ചിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാളുമായി അതായത് ഹരിദാസുമായി നിരന്തരം വഴക്കുണ്ടാകാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അയൽവാസികളായ ആളുകളൊക്കെ സ്ഥിരീകരിക്കുന്നത്. അത്തരത്തിൽ ഈ വീട്ടിൽ എന്നും വഴക്കായിരുന്നു. ആ വഴക്കിനെ തുടർന്നുള്ള പ്രകോപനമാകും ഒരുപക്ഷെ ഇത്തരത്തിലൊരു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനായി ഇടയാക്കിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി സുമിയുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നിരുന്നു. സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു സംശയം വരികയും പിന്നീട് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി. അതായത് ഇയാൾ ഈ അയൽവാസികളെ ഒരു സ്വാഭാവിക മരണമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ആ തരത്തിൽ തന്നെ വളരെ കാര്യമായി തന്നെ വളരെ നാച്ചുറലായി തന്നെയുള്ള പെരുമാറ്റമൊക്കെ അയാളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തുടർന്ന് അങ്ങനെ ആളുകളൊക്കെ വിശ്വസിച്ചു, സ്വാഭാവിക മരണമാണെന്ന് വിശ്വസിച്ചു. പിന്നീട് സംശയങ്ങൾ ഉണ്ടാകുന്നത് അത് സംസ്കാര ചടങ്ങിൻ്റെ സമയത്ത്. അതെങ്ങനെയാണ് ഈ അടയാളങ്ങളൊക്കെ ആരെങ്കിലും കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇത്തരം കാര്യങ്ങളിലേക്ക് പോയത്? എങ്ങനെയാണ് സംശയകരമായി കാര്യങ്ങൾ എത്തിയത്? എങ്ങനെയാണ് ഇയാളുടെ പെരുമാറ്റം ആ തരത്തിൽ മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായോ ശരണ്യ? രഞ്ജിത്ത്, ഈ സുമിയെ അയൽവാസികളെ വിളിച്ച സുമി മരണപ്പെട്ടു പോയെന്ന് ഇയാൾ പുലർച്ചെ തന്നെ അറിയിച്ചിരുന്നു. അവിടെ അയൽവാസികൾ എത്തുന്ന സമയത്ത് മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വാർന്ന നിലയിലാണ് ഇവരെ കണ്ടെത്തിയത്. വീടിന്റെ സെറ്റിയിൽ ചാരി ഇരിക്കുന്ന നിലയിലായിരുന്നു സുമി ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ, അതായത് രക്തം വാർന്നു വരുന്നത് കണ്ട അപ്പോൾ തന്നെ അയൽവാസികൾ ഇയാളോട് ആശുപത്രിയിലേക്ക് എത്തിക്കാനായി ആവശ്യപ്പെട്ടു. പക്ഷേ ഹരിദാസ് അതിനൊന്നും കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. അവിടെ തന്നെ ആളുകൾക്ക് സംശയം തോന്നിയിരുന്നു. ഒപ്പം തന്നെ സംസ്കാരം എത്രയും വേഗം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇവർ രണ്ടുപേരും രണ്ടാമത് വിവാഹിതരായ ആളുകളാണ്.
ഒപ്പം തന്നെ ഈ വിവാഹത്തിൽ മറ്റു കുട്ടികളോ ആരുമില്ല. ഇവർ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അയൽവാസികൾ ഇതിനകത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ തന്നെ, കൊണ്ടുപോകാതിരുന്നപ്പോൾ തന്നെ അവർക്ക് സംശയം തോന്നിയിരുന്നു. പിന്നീട് ഈ മൃതദേഹത്തിന്റെ ക്രമീകരണങ്ങൾ, മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്ക് നോക്കുമ്പോൾ ആളുകൾക്ക് ചില സംശയങ്ങൾ, ഈ കഴുത്തിലെ പാട് ഉൾപ്പെടെയുള്ളത് സംശയം ഉളവാക്കി. അങ്ങനെയാണ് ഇത് പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം സംസ്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നുള്ള സംശയം അയൽവാസികൾ പങ്കുവെക്കുകയും നാട്ടുകാരെ പട്ടണക്കാട് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. തുടർന്ന് ഈ പൊതുദർശനത്തിന് വെക്കുന്ന അത്തരത്തിൽ വീട്ടിൽ വെക്കുന്ന സമയത്ത് തന്നെയാണ് പട്ടണക്കാട് പോലീസ് എത്തിയിട്ട് ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പിന്നീട് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ സംശയാസ്പദമായ കാര്യങ്ങളാണ് പോലീസിന് തോന്നിയത്. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ തന്നെ പ്രാഥമികമായി മർദ്ദനമേറ്റിട്ടുണ്ടെന്നും കഴുത്തിൽ പാടുകളുണ്ട്, ഞെരിച്ചതിന്റെ പാടുകളുണ്ട് എന്നുള്ള ഇൻക്വസ്റ്റിൽ തന്നെ കിട്ടിയിരുന്നു. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോവുകയും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ മരണം ശ്വാസം മുട്ടിച്ചിട്ടുള്ള മരണമാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഈ വീട്ടിൽ സംസ്കാരത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും ഇയാളെ കസ്റ്റഡിയിലേക്ക് എടുക്കുകയുമായിരുന്നു. ഇപ്പോൾ കൊലപാതക കേസിന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കടക്കരപ്പള്ളിയിലെ വീട്ടിലെത്തിച്ച മൃതദേഹം വൈകിട്ട് 7:30 സംസ്കരിക്കുകയായിരുന്നു. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഒപ്പം ശരണ്യ, മറ്റൊരു സംശയം കൂടി. അതായത് ഈ വീട്ടിൽ ഇവർ രണ്ടുപേരും രണ്ടാമത് വിവാഹിതരായവരാണ്, രണ്ടുപേരുടെയും രണ്ടാം കല്യാണമാണ്. ഒപ്പം ഈ സ്ത്രീക്ക് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, മരുന്നും മറ്റും കഴിക്കുന്നുണ്ടായിരുന്നു. ഈ വീട്ടിൽ ഇവർ രണ്ടുപേർ മാത്രമായിരുന്നോ താമസം? ഈ നേരത്തെയുള്ള തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന ഒരു പശ്ചാത്തലം കൂടി ഇത്തരം സംശയങ്ങളിലേക്ക് നയിച്ചു എന്നുള്ളതാണോ? അതെ, ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നാട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ട്. സ്ഥിരം ഇവർ തമ്മിൽ വഴക്കായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇദ്ദേഹം ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന ഹരിദാസ് തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ, അതായത് കണക്കെഴുത്തുകാരനായി ജോലി ചെയ്തു വരികയായിരുന്നു. ഒപ്പം ഈ സുമിയുമായി നിരന്തരം, അതായത് സുമി, നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ചില മാനസികമായ ചില പ്രശ്നങ്ങളെ തുടർന്ന് മെഡിസിൻ കഴിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ അസ്വാസ്ഥ്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ നിരന്തരം തർക്കവും വഴക്കും ഉണ്ടാവാറുണ്ടായിരുന്നു എന്നുള്ളത് അയൽവാസികൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വീട്ടിൽ മറ്റാരുമില്ലായിരുന്നു, ഇവർ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ചേർത്തലയിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം, അതിനുശേഷം ഈ കൊലപാതകം എന്നുള്ളത് സ്വാഭാവിക മരണം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഈ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. തുടർന്ന് നാട്ടുകാർക്കുണ്ടായ ഒരു സംശയം, അത് ഹരിദാസ് പണിക്കർ എന്ന പട്ടണക്കാട് സ്വദേശിയെ പോലീസിൻ്റെ അറസ്റ്റ് ചെയ്യലിലേക്കും മറ്റും കടക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. സംസ്കാര ചടങ്ങുകൾക്കിടയിലാണ്, അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തുന്നതിനിടയിലാണ് പോലീസ് സംഘം അവിടെ എത്തുകയും പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും മറ്റും വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഈ ഭാര്യയെ വളരെ പെട്ടെന്ന് തന്നെ സംസ്കരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ ഹരിദാസ് പണിക്കർ എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ പുലർച്ചെ 1:15 ഇയാളുടെ ഭാര്യ സുമി ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയും പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണെന്ന് വളരെ വ്യക്തമാവുകയും ചെയ്തത്. ഏതായാലും പോലീസിൻ്റെ ഇടപെടൽ, നാട്ടുകാരുടെ സമയോചിതമായ പ്രവർത്തനമൊക്കെയാണ് ഇപ്പോൾ ഇത്തരമൊരു കൊലപാതകത്തിൻ്റെ ചുരുളഴിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസ്, അത് ഇടയ്ക്ക് തലസ്ഥാന നഗരത്തെ വർഷങ്ങൾക്ക് മുൻപ് 2022 മനസ്സിലാക്കുന്നത്. ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. ഈ മാസം 21 ഈ കൊലക്കേസിൽ വിധി പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ പശ്ചാത്തലമുണ്ട്. 21 ഇയാളുടെ ശിക്ഷ വിധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായും കോടതി ശരിവെക്കുകയായിരുന്നു. ഇതിനിടെ കോടതി പ്രതിയെ സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടും തേടിയ പശ്ചാത്തലമുണ്ട്. വിനോദുണ്ട്. വിനോദ്, ഈ പ്രതി, ഇയാൾ നേരത്തെയും കൊലപാതകങ്ങൾ നടത്തിയ ആളാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് പ്രീസിഡൻസ് ഉണ്ട് ഇയാളുമായി ബന്ധപ്പെട്ട്. ഇത് പോലീസിനെ അന്വേഷണത്തിൽ കാര്യമായി സഹായിച്ചു എന്നുള്ളതല്ലേ? രഞ്ജിത്ത്, 2022 ഈ കൊലപാതകം നടക്കുന്നത്. അതായത് ഈ കൊലപാതകം നടക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥ, അല്ലെങ്കിൽ അന്നത്തെ ഒരു സമൂഹത്തിൻ്റെ സ്ഥിതി പോലും ഈ കൊലപാതകത്തിന് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു. അതായത് ലോക്ക്ഡൗൺ ഉള്ള ഒരു സമയമാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഉള്ള ഒരു സമയത്താണ് ഈ ചെടികൾ വിൽക്കുന്ന കട, ആ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു വിനീത. പേരൂർക്കടയിലാണ് ഈ സ്ഥാപനമുള്ളത്, പേരൂർക്കട അമ്പലമുക്കിൽ.
നെടുമങ്ങാട് സ്വദേശിയാണ് വിനീത. പക്ഷേ ഇങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾക്ക് ഇളവുണ്ടായിരുന്നു. ഈ ചെടികൾ നനയ്ക്കുന്നതിനും മറ്റുമായൊക്കെ അത്തരം സ്ഥാപനങ്ങൾ തുറക്കുന്നതിനും കുറച്ച് മണിക്കൂറുകൾ പ്രവർത്തിക്കുന്നതിനും അന്ന് സർക്കാർ അനുവാദം നൽകിയിരുന്നു. അങ്ങനെയാണ് ഇരുചക്ര വാഹനത്തിൽ വീട്ടിൽ നിന്ന് ഈ സ്ഥാപനത്തിലേക്ക് വിനീത എത്തുന്നത്. ഏതാണ്ട് ആ സമയത്ത് 9 മാസമാണ് വിനീത സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിട്ട് ആയിരുന്നത്. ഇവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചിരുന്നു, അർബുദം ബാധിച്ച് മരിച്ചു. 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ വീട്ടിലെ കാര്യങ്ങൾ, ആ ചിലവുകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു തൊഴിൽ തേടി എത്തിയതും വിനീത അലങ്കാര സസ്യങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിൽ ജീവനക്കാരിയായി കയറിയതും. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു തട്ടുകട ഉണ്ടായിരുന്നത്, ചെറിയൊരു ഹോട്ടലാണ്. ആ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു രാജേന്ദ്രൻ തമിഴ്നാട് സ്വദേശിയാണ്, കന്യാകുമാരി സ്വദേശിയാണ്. അവിടെ നിന്നാണ് ഇവിടേക്ക് വരുന്നത്, കന്യാകുമാരിയിൽ നിന്നാണ് ഇവിടെ എത്തുന്നത്. ഈ സമയത്ത് പകൽ സമയത്താണ്, പട്ടാപ്പകലാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഏതാണ്ട് ഒരു 11 മണി കഴിയുന്നതോടുകൂടി രാജേന്ദ്രൻ ഈ കടയുടെ അടുത്തേക്ക് വരികയും അവിടെ ചുറ്റിത്തിരിയുകയും ചെയ്തു. ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ റോഡിലോ പരിസരത്തോ ഉണ്ടായിരുന്നില്ല. മറ്റു വാഹനങ്ങളോ അത്തരത്തിലുള്ള തിരക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിനീത അവിടെ ഒറ്റയ്ക്കാണെന്ന് രാജേന്ദ്രൻ മനസ്സിലാക്കി. തുടർന്ന് ഈ കടയ്ക്കുള്ളിലേക്ക് കയറുകയായിരുന്നു. കയ്യിൽ നേരത്തെ തന്നെ കരുതി വെച്ചിരുന്ന കത്തി ഉണ്ടായിരുന്നു. ചെടി വേണം, ചെടി വാങ്ങാനെന്ന വ്യാജേനയാണ് അവിടെ എത്തുന്നത്. ഈ ചെടികൾ കാണിക്കുന്നതിന് കെട്ടിടത്തിൻ്റെ പിറകിലേക്ക് വിനീത പോകുന്നു. അവിടെ വെച്ചാണ് ഈ കൊല നടക്കുന്നത്. വിനീത ഈ ചെടികൾ കാണിക്കുന്നതിനിടെ പിന്നിൽ നിന്ന് വായ് പൊത്തിപ്പിടിച്ച് കഴുത്തറക്കുകയായിരുന്നു. അവിടെ അവരെ കൊലപ്പെടുത്തിയ ശേഷം കഴുത്തിലുണ്ടായിരുന്ന 4 പവൻ്റെ മാലയുമായി ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നത് മാത്രമല്ല, പെരുർക്കട പോലീസ് ഈ സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തി വലിയ തോതിൽ അന്വേഷണം നടക്കുകയാണ്. കാരണം തിരുവനന്തപുരം നഗരത്തിൽ പട്ടാപ്പകൽ നടക്കുന്ന ഒരു അരിങ്കൊലയാണ്. ആരാണ് പ്രതി എന്നതിനെക്കുറിച്ച് ഒരു സൂചനയുമില്ല. അങ്ങനെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. ഈ നടത്തത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ചെറിയൊരു മുടന്ത് പോലെ ഉള്ള ആളാണെന്ന് തിരിച്ചറിയുന്നു. ഈ പരിസരത്ത് അങ്ങനെയുള്ള ഒരാളിനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ ചായക്കടയിലെ ആളിന് ഈ നടത്തയുമായി സാമ്യമുണ്ട് എന്ന ചെറിയൊരു കണ്ടെത്തലിലേക്കാണ് ആദ്യം എത്തുന്നത്. ഇയാളുടെ തിരോധാനം, ഇയാൾ എവിടെ പോയി എന്നത് സംബന്ധിച്ചുള്ള സംശയവും ബലപ്പെടുന്നു. ഇയാളിലേക്ക് അങ്ങനെ എത്തുകയാണ്. പക്ഷേ ഇയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. അങ്ങനെ വ്യാപകമായി അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലും പ്രതി ഇതേ സ്ഥലത്ത് പേരൂർക്കടയിൽ വീണ്ടും ജോലി ചെയ്തിരുന്ന സ്ഥലത്തെത്തി അവിടെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി തിരികെ പോവുകയാണ്. വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോകുന്നു. പിന്നീട് ഈ കാവൽ കിണർ എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. പിടികൂടിയ ശേഷമാണ് രാജേന്ദ്രനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അവിടെ 3 പേരെ കൊലപ്പെടുത്തിയ ശേഷമാണ് ആ കേസിൽ ജാമ്യത്തിലിറങ്ങി രാജേന്ദ്രൻ തലസ്ഥാനത്തേക്ക് വരുന്നത്, തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് അവിടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തി ഈ കൊലപാതകങ്ങളിൽ രാജേന്ദ്രൻ പിടിയിലാകുന്നു. ഈ കൊലപാതകങ്ങൾ നടത്തിയത് ഇയാൾക്ക് ഓഹരി വിപണിയിൽ ഈ പണം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പണം നിക്ഷേപിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൊലപാതകം നടത്തി പണം കണ്ടെത്തുക, ഈ ഒരു രീതിയിലേക്കാണ് പ്രതി പിന്നീട് മാറിയത്. തമിഴ്നാട്ടിൽ നടത്തിയ കൊലപാതകം പണത്തിന് വേണ്ടിയാണെന്ന് കണ്ടെത്തിയിരുന്നു. അതും ഈ തരത്തിൽ തന്നെയാണ്. വളരെ സൗഹാർദ്ദപരമായി ഇടപെട്ടിരുന്നൊരു വീടാണ്. ആ വീട്ടിലേക്ക് രാജേന്ദ്രൻ ചെല്ലുകയും അവരുമായി സംസാരിക്കുകയും പിന്നീട് ഈ കൊലപാതകം നടത്തുകയുമായിരുന്നു. ഈ കൊല്ലപ്പെട്ട വിനീതയിൽ നിന്ന് കവർന്ന 4 പവൻ്റെ മാല പിന്നീട് അവിടുത്തെ തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്ന് കണ്ടെടുക്കുന്നു. ഇത് രാജേന്ദ്രൻ അവിടെ കൊണ്ടുപോയതാണ്. ഇയാളുടെ താമസ സ്ഥലത്ത് ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഈ ഓഹരി വിപണിയിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരളത്തിലേക്ക് വരികയും ഒരു ഹോട്ടൽ തൊഴിലാളിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലും മറ്റൊരു കൊലപാതകം നടത്താനാണ് ഇയാൾ ആസൂത്രണം ചെയ്തത്. അവിടെയാണ് ഇരയായി വിനീതയെ കണ്ടെത്തുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു യുവതിയാണ്. മാത്രമല്ല അവരുടെ കഴുത്തിൽ 4 പവൻ്റെ മാലയുണ്ടായിരുന്നു. അങ്ങനെ ഇരയെ കണ്ടെത്തുകയും കൊലപാതകം തീരുമാനിച്ചുറപ്പിക്കുകയും പിന്നീട് തക്കം നോക്കി ഇങ്ങനെ ഒരു കൊല നടത്തുകയുമായിരുന്നു. ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇനി ശിക്ഷ വിധിക്കേണ്ടതുണ്ട്. അത് 21-നായിരിക്കും. അതിനു മുൻപ് 7 റിപ്പോർട്ടുകൾ കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൈക്കാട്രിസ്റ്റിൻ്റെ അടക്കം തമിഴ്നാട് കന്യാകുമാരിയിലെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടടക്കമുള്ള വിവരങ്ങളാണ്, പോലീസിൻ്റെ വിശദമായ റിപ്പോർട്ട്. ഇങ്ങനെ 7 കാര്യങ്ങളാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. കാരണം ഈ പ്രതി ചെയ്തത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസാണ്, അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഈ വാദങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഏത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും നൽകുക, അതിനു മുൻപ് വിശദമായി ഈ 7 റിപ്പോർട്ടുകൾ കൂടി കോടതി പരിശോധിക്കും. അതിനുശേഷം 21-ന് ശിക്ഷ വിധിക്കും. രഞ്ജിത്ത്, ഈ പോലീസിന് നേരത്തെ
വിനോദ് പറഞ്ഞ പോലെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്ന ഒരു കേസ് കൂടിയായിരുന്നു ഇത്. കാരണം ദൃക്സാക്ഷികളൊക്കെ വളരെ ദൃക്സാക്ഷി ഇല്ല എന്ന് തന്നെ പറയാം. ഏതാണ്ട് ആ തരത്തിലായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ. കോവിഡ് കാലമായതുകൊണ്ട് തെളിവുകൾ ശേഖരിക്കുക എന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ ഫലപ്രദമായ ഒരു അന്വേഷണം നടത്തി കാര്യക്ഷമമായ പോലീസിന് ചില കണ്ടെത്തലുകൾ ഉണ്ടായി. അത്തരം ഒരുപാട് ഘടകങ്ങൾ പോലീസിനെ പ്രധാനമായും സഹായിച്ചത് എന്തൊക്കെയായിരുന്നു വിനോദ്? രഞ്ജിത്ത്, ഈ കൊലപാതകം നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ മോഡ് ഓഫ് ഓപ്പറാൻഡി അല്ലെങ്കിൽ ഈ കൊല നടത്തിയ രീതിയും ഈ ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകം ഒരുപക്ഷെ ഒരു മലയാളി ആയിരിക്കില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ആദ്യം തന്നെ അന്വേഷണ സംഘം എത്തുന്നത്. ഇതിൽ ഈ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ വളരെ ബ്രൂട്ടലായിട്ടുള്ളൊരു കൊലപാതകം എന്നൊരു നിഗമനം പോലീസിന് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് CCTV ദൃശ്യങ്ങൾ വരുന്നത്. ഇതിൽ കാലിന് നടത്തത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയൊരു മുടന്ത് പോലെ തോന്നുന്ന തരത്തിലാണ് ഈ വ്യക്തി അവിടെ നിന്ന് പോകുന്ന ആൾ നടക്കുന്നത്. അങ്ങനെ ഈ നടത്തത്തിൽ വ്യത്യാസമുള്ള ആൾ അത് ആരാണ് എന്നത് സംബന്ധിച്ചുള്ള പരിശോധന അത് ചെന്നെത്തുന്നതാണ് രാജേന്ദ്രനിലേക്ക്. ഈ ഹോട്ടലിൽ ജോലി ചെയ്യുകയും അവിടെ നിന്ന് രാജേന്ദ്രൻ മിസ്സാവുകയും ചെയ്യുന്നു. ഇയാളുടെ തിരോധാനവും കൂടുതൽ സംശയങ്ങൾക്ക് ഇട നൽകി ആ ഘട്ടത്തിൽ തന്നെ. പിന്നീട് ഈ ഇങ്ങനെ ഒരു മുടന്ത് പോലെ നടക്കുന്ന ആൾ അത് ചെന്നെത്തുന്നതും രാജേന്ദ്രനിലാണ്. രാജേന്ദ്രൻ്റെ തിരോധാനം വളരെ രഹസ്യമായാണ് പക്ഷേ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം പോലീസ് സൂക്ഷിച്ചത്. കാരണം കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ ഇയാൾ കൂടുതൽ ദൂരത്തേക്ക് പോയാൽ പിടികൂടുക പ്രയാസമാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ലീക്കായാൽ പ്രതിയെ പിടിക്കുക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പോലീസ് ഇതിൻ്റെ വിവരങ്ങളൊക്കെ പരമാവധി മറച്ചു വെച്ചാണ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ പോലീസിനെ പോലും ഞെട്ടിച്ച സംഭവം, ഇയാൾ തമിഴ്നാട്ടിൽ പോവുകയും അവിടെ നിന്ന് ഈ കേസിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ തിരികെ വരികയുമാണ്. ഇതേ ഹോട്ടലിലേക്ക് അയാൾ തിരികെ വരികയും അവിടെ ഉണ്ടായിരുന്ന ഈ വസ്തുവകകൾ അയാളുടെ സാധനങ്ങളുമായി അവിടെ നിന്ന് വീണ്ടും കടന്നു കളയുകയാണ്. ഇത് വന്നു പോകുന്ന ദൃശ്യങ്ങൾ കൂടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസിന് ശേഖരിക്കാനായി ഇയാൾ പോകുന്നതും വരുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചു. രണ്ടാമത്തെ വരവാണ് സത്യത്തിൽ രാജേന്ദ്രനെ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ പെട്ടെന്ന് പിടിയിലാകുന്നതിന് ഇടയാക്കിയത്. കാരണം ഇയാൾ ഹോട്ടലിൽ വന്നുപോയി എന്ന മൊഴി ലഭിക്കുന്നു. തുടർന്ന് വിശദമായി പരിശോധിക്കുമ്പോൾ അതിന് തൊട്ടു മുൻപുള്ള സമയങ്ങളിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇയാളുടെ സാന്നിധ്യം മനസ്സിലാകുന്നു. ഇത് രാജേന്ദ്രൻ തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അങ്ങനെയാണ് കാവൽ കിണറിലേക്ക് പോകുന്നത്. ഇയാൾ ആ സമയത്ത് ഈ മറ്റ് ഇലക്ട്രോണിക്സ് വസ്തുക്കളൊക്കെ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കണ്ടെത്തുന്നതിന് ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും കാവൽ കിണറിലെ ലോഡ്ജ് മുറിയിൽ നിന്ന് ഇയാളെ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ 4 പവൻ്റെ മാല വീണ്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് രാജേന്ദ്രനെ വിശദമായി ചോദ്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന ആളാണ്, വിദ്യാസമ്പന്നനാണ് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കുന്നത്. നേരത്തെയും ഇതേ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തി അവിടെ നിന്ന് പണം കവർന്നിരുന്നു. ഈ കേസിൽ രാജേന്ദ്രൻ പിടിയിലായി. പിന്നീട് ജാമ്യത്തിലിറങ്ങിയാണ് തിരുവനന്തപുരത്തെ കൊലപാതകം നടത്തിയത്. ഏതായിരുന്നാലും അന്ന് തിരുവനന്തപുരം നഗരത്തെ വല്ലാതെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. കാരണം ഒരു 11:30 മണിയോടുകൂടിയാണ് ഈ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അറിയുന്നത് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു, ഒരു യുവതിയെ കഴുത്തറുത്തിട്ടിരിക്കുന്നു, പട്ടാപ്പകൽ കഴുത്തറുത്തിട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിവരം വരുന്നത്. തുടർന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കാരണം കഴുത്തിൽ മുറിവേൽപ്പിച്ചാണ് ഈ കൊലപാതകം നടത്തിയത്. മാത്രമല്ല വിനീതയുടെ മക്കൾ അവിടെ വന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. തീരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. അന്ന് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആണ് ഈ കുഞ്ഞുങ്ങൾ. അവർ ഒരു മകനും മകളുമാണ്. ആ കുഞ്ഞുങ്ങൾ അവിടെ വന്ന് ഈ അമ്മയുടെ മരണവിവരം അറിഞ്ഞ് കരഞ്ഞ ഒരു ദൃശ്യമൊക്കെ ഇപ്പോൾ ഇങ്ങനെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്, മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏറ്റവും അച്ഛൻ മരിച്ചു, പിന്നാലെ അമ്മ മരിക്കുന്നു. അങ്ങനെ തീർത്തും അനാഥരായ 2 കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളുടെ കാഴ്ചയൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു. ഏതായിരുന്നാലും പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി കടുത്ത ശിക്ഷ തന്നെ ഉണ്ടാകുമെന്ന വിശ്വാസം പ്രോസിക്യൂഷൻ ഉൾപ്പെടെ വെച്ച് പുലർത്തുകയും ചെയ്യുന്നു. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും കോവിഡ് സമയത്തുണ്ടായ ഒരു കൊലപാതകം, പോലീസിന് ഏറെ അന്വേഷണത്തിൽ ഒരുപാട് തലത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കൊലപാതകം, ദൃക്സാക്ഷികളില്ലായിരുന്ന ഒരു കൊലപാതകം. അന്ന് നമുക്കറിയാം കോവിഡ് സാഹചര്യമൊക്കെ നമുക്കറിയാം. മാധ്യമപ്രവർത്തകരോ ഒന്നും അത്ര കാര്യമായി സജീവമല്ലാത്ത പോലീസ് വിഭാഗമൊക്കെ മറ്റു പല പ്രവർത്തികളും മറ്റു പല തരത്തിലുള്ള എൻഗേജ്മെൻറ്റ്സും ഉണ്ടായിരുന്ന ഒരു കാലമാണ്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ഒരു കൊലപാതകത്തിൽ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളത് വളരെ വിജയകരമായി തന്നെ പോലീസ് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അഭിനന്ദനാർഹമായ അന്വേഷണം
നടത്തിയ പോലീസ് ഇക്കാര്യത്തിൽ അവർക്ക് എന്തായാലും അവർ അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ പ്രതിയിലേക്ക് എത്തുന്നു. നേരത്തെയും കൊലപാതകങ്ങളും മോഷണങ്ങളും ഒക്കെ നടത്തിയ പ്രതിയാണ്. അയാൾക്ക് വളരെ കൃത്യമായ മോട്ടീവ് ഉണ്ടായിരുന്നു. മോഷണം തന്നെയായിരുന്നു അയാൾ അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളതാണ്. 2 പിഞ്ച് കുഞ്ഞുങ്ങളുടെ ഒരു മാതാവ് കൂടിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിലാണ് ശിക്ഷാവിധി 21-ന് ഉണ്ടാവുക. പരമാവധി ശിക്ഷ ലഭ്യമാക്കണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ വെച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ അത് തിരുവനന്തപുരം വർക്കലയിൽ ആണ്. വർക്കലയിൽ യുവതിക്ക് ഭർത്താവിൻ്റെ ക്രൂരമർദ്ദനം. വീട്ടിൽ വൈകിയെത്തിയത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനം. വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഹെൽമറ്റ് കൊണ്ടാണ് ആ സ്ത്രീയെ ഈ ഭർത്താവ് എന്ന് പറയുന്ന നരാധമനായ മനുഷ്യൻ മർദ്ദിക്കുന്നത് എന്നുള്ളതാണ്. സംഭവത്തിൽ കായിക്കര സ്വദേശി നൌഷാദ് എന്ന അയാൾ അറസ്റ്റിലായിരിക്കുന്നു. നൌഷാദിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ബന്ധുവിനും പ്രദേശവാസിക്കും വെട്ടേറ്റു. ഹെൽമറ്റ് കൊണ്ടുള്ള അടിയേറ്റ് നിലത്ത് വീണ യുവതിയെ ഇയാൾ വീണ്ടും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നാട്ടുകാരടക്കം അവിടെ എത്തി ഇയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സ്ത്രീ ഇയാളുടെ മർദ്ദനം ഭയന്ന് ഓടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പുറകിന് ഓടിയെത്തിയാണ് ഇയാൾ മർദ്ദിച്ചത് എന്നുള്ളതാണ്. ഇത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണം. അതിക്രൂരമായി ഈ സ്ത്രീയെ ഇയാൾ മർദ്ദിക്കുകയായിരുന്നു. ഒപ്പം ഉള്ളത് മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ഇവരുടെ മകളായിരിക്കാം. മകളും ഒപ്പം പിടിച്ചു മാറ്റാനും മറ്റും ശ്രമിക്കുന്നുണ്ട്. നാട്ടുകാർ അവിടെ എത്തി. നാട്ടുകാരുടെ ഇടപെടലിലാണ് ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് വേണം. അല്ലെങ്കിൽ അത്രത്തോളം ക്രൂരമായുള്ള മർദ്ദനത്തിന് ഇവർ വീണ്ടും ഇരയായേനേം എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമായി തന്നെ കാണാം. എസ് അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, ഇത് എന്താണ്? ഇയാൾ സ്ഥിരമായി ഇത്തരം ഭാര്യയെ മർദ്ദിക്കുന്ന കാര്യത്തിൽ കുപ്രസിദ്ധനാണോ? രഞ്ജിത്ത്, ഇത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8 മണിക്ക് സംഭവിച്ച അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വർക്കല ഇല്ലകമൺ തെറ്റിക്കുഴിയിലാണ് ഈ സംഭവം നടന്നത്. നൌഷാദ് എന്നയാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. നൌഷാദിന്റെ ഭാര്യയെയാണ് അദ്ദേഹം ഈ രീതിയിൽ മർദ്ദിക്കുന്നത്. നൌഷാദ് ഭാര്യയുമായി കഴിഞ്ഞ കുറെ കാലങ്ങളായി പിണങ്ങി കഴിയുകയായിരുന്നു. നൌഷാദ് കായിക്കര 1-ാം പാലത്തിലുള്ള ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഈ നൌഷാദിന്റെ ഭാര്യയും മകളുമാണ് ഇലകമണ്ണിൽ താമസിച്ചിരുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച 7 മണിയോടുകൂടി ഇയാൾ ഭാര്യയോടൊപ്പം താമസിച്ചിരുന്ന മകളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഈ സമയം ഈ ഭാര്യ വീട്ടിൽ എത്തിയിട്ടില്ല എന്നും മറ്റൊരു യുവതിയുമായി പുറത്തേക്ക് പോയി എന്നുള്ള വിവരം മകൾ ഈ പിതാവിനോട് പറഞ്ഞു. അതിനുശേഷം മകൾ അധികം താമസിച്ചിട്ടും ഭാര്യ തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നറിഞ്ഞ് പ്രകോപിതനായാണ് ഇയാൾ മദ്യലഹരിയിൽ കൂടിയായിരുന്നു. മദ്യലഹരിയിൽ ഇയാൾ വീട്ടിലെത്തി ആ സമയത്ത് തന്നെ നൌഷാദിന്റെ ഭാര്യ മറ്റേ യുവതിയുമായി സ്കൂട്ടറിൽ ആ വീട്ടിലെത്തി. അവ എത്തിയ ഉടൻ തന്നെ നൌഷാദ് ഭാര്യയെ ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങുകയായിരുന്നു. ഈ സമയം ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കാരണം ആ കുട്ടിയുടെ മകളുടെ നിലവിളിയാണ് കേൾക്കുന്നത്. മകളും ബന്ധുക്കളും ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഇയാൾ ഇതൊന്നും വകവയ്ക്കാതെ ഹെൽമറ്റ് കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നിലത്ത് വീണ ശേഷം തറയിലുണ്ടായിരുന്ന ഒരു കരിങ്കല്ല് കൊണ്ടും ഇയാൾ ഭാര്യയെ മർദ്ദിക്കാൻ ശ്രമിച്ചു. ഇതിനിടെ ബന്ധുക്കളായ ചിലർ, സമീപത്ത് തന്നെ താമസിച്ചിരുന്ന ചിലരും ഓടിയെത്തി ഇവർക്ക് നേരെയും ഇയാൾ
ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. കയ്യിൽ ഒരു കത്തി കരുതിയിരുന്നു. ഈ കത്തി കൊണ്ട് അവരെ ആക്രമിച്ചു. അതിൽ 3ഓളം പേർക്ക് പരിക്കുണ്ട്. അവരെല്ലാം ആ സമയം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇയാളെയും അവിടെ നിന്ന് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. എന്നാൽ അതിനുശേഷം ഈ ഭാര്യയുടെ ഒരു ബന്ധുവിന്റെ ഷാനവാസ് എന്ന് പറയുന്ന ഒരു ബന്ധുവിന്റെ പരാതിയെ തുടർന്നാണ് ഈ പോലീസ് കേസെടുത്തതും ഇയാളെ അറസ്റ്റ് ചെയ്ത്. തുടരാം അഭിലാഷ് തുടരാം. അപ്പോൾ എന്തായാലും അതിനുശേഷം ഇയാൾ ഇപ്പോൾ കോടതിയിൽ ഹാജരായി കഴിഞ്ഞു. യുവതി 2 ദിവസം ചികിത്സയിലായിരുന്നു. ചികിത്സയിലായ ശേഷം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. എന്തായാലും വളരെ ക്രൂരമായ ഒരു സംഭവമാണ് ഈ CCTV ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, ഒരിക്കൽ തുടരുക അഭിലാഷ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണം. അഭിലാഷ്, ഇയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന നാട്ടുകാരെ കാണാം. ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇവരെയും അടിച്ചോ, മർദ്ദിച്ചോ, ഇവർക്ക് വെട്ടേറ്റു എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ യുവതി വീട്ടിലെത്തിയ സമയം ഇയാൾ പെട്ടെന്ന് ഇവരെ ആക്രമിച്ച സമയത്ത് മകളും ഈ ഭാര്യയും ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഈ നിലവിളി കേട്ടാണ് വീടിന് സമീപത്തുണ്ടായിരുന്നവരും ബന്ധുക്കളും അവിടേക്ക് ഓടിയെത്തി ആദ്യം ഒന്ന് പകച്ചുവെങ്കിലും അതിനുശേഷം ഇയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ കുതറുകയും ഈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച നാട്ടുകാരെയും ബന്ധുക്കളെയും കൂടി മർദ്ദിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. തുടർന്ന് ഈ ഭാര്യയെ വീണ്ടും അമിതമായി മർദ്ദിച്ചതോടെ ഈ ബന്ധുക്കൾ ഇടപെട്ട് ഇയാളെ ശക്തിയാൽ തന്നെ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചു. ആ സമയമാണ് ഇയാൾ കത്തിയെടുത്ത് ഇവരെ ആക്രമിച്ചത്. അതിലൊരാളുടെ ഈ ഷാനവാസ് എന്ന് പറഞ്ഞ ഈ പരാതി കൊടുത്തിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്ന ഷാനവാസ് എന്നൊരു ബന്ധുവാണ്. ഈ ഷാനവാസിന്റെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇയാളും അപ്പോൾ തന്നെ ചികിത്സയിൽ പോയിരുന്നു. അതുപോലെ തന്നെ 3ഓളം പേർക്ക് ഇയാളുടെ ആക്രമണത്തിൽ ഈ പിടിച്ചുമാറ്റാൻ വന്ന 3ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതാണ് സാഹചര്യം. അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏറെ വേദനാജനകമായ ദൃശ്യങ്ങളാണ്. ഏതായാലും ഇയാൾ അറസ്റ്റിലായി എന്നുള്ളതും പ്രേക്ഷകർക്ക് ആ വാർത്ത പങ്കുവെക്കാനുണ്ട്. ഹെൽമറ്റ് വെച്ചാണ് ഒരു യുവതിയെ മർദ്ദിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. മലപ്പുറത്തേക്ക് പോയാൽ അവിടെ ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പ്രസവമെടുക്കാൻ സഹായിച്ച തൂക്കുങ്ങൽ സ്വദേശി ഫാത്തിമയെയും മകൻ അബൂബക്കർ സിദ്ദിഖിനെയുമാണ് അറസ്റ്റ് ചെയ്തത്. അബൂബക്കർ സിദ്ദിഖാണ് ഫാത്തിമയെ സിറാജുദ്ദീൻ്റെ വീട്ടിലെത്തിച്ചത്. പ്രസവം നടക്കുന്ന സമയം മുതൽ രാത്രി ഏറെ വൈകും വരെ ഫാത്തിമ സിറാജുദ്ദീൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വീട്ടിലെ പ്രസവം വർദ്ധിക്കാൻ കാരണം മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. വീട്ടുപ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. ഒരു പ്രാഥമിക അറിവുകളുമില്ല. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്. പൂച്ച 6 പെറുന്നു, ആട് പെറുന്നു 2, 3, 4. നായ 3 മാസം പെറുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല. രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ. ഇത്ര നല്ലൊരു ബിസിനസ് വേറില്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ ഡോക്ടർ അറിയില്ല. എന്റെ ഭാര്യ 1-ാം മാസം മുതൽക്ക് 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. വേറില്ല, ഒരു ഡോക്ടറും അറിഞ്ഞിട്ടില്ല. ഒരു പരിശോധന, സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടറെ സമ്മതം വേണം. ഇതിനത് സുബിനൂപിക്കാത്ത ചെയ്യാൻ പോവാ. അപകടം വരും ചങ്ങായെ. ഈ രശ്മികൾ കടത്തിവിട്ടിട്ട് ഈ ഭ്രൂണം കേടുവരും. 1-ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു. 2-ാം സ്കാനിങ്ങിൽ പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. 1-ാമത്തെ സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു. 2-ാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിന് കേടുണ്ട്. വെള്ളം നിറഞ്ഞ അതാണ്. എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് യൂസീവത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. ഇത് മനസ്സിലാക്കി വെച്ചോ. കുട്ടിയുടെ കുഞ്ഞു ഹൃദയം, ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല. നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത്. പ്രവർത്തിക്കാത്തത് സ്കാനിങ് കൊണ്ട് കണ്ടതല്ല, സ്കാനിങ് കൊണ്ട് പ്രവർത്തിക്കാതിരുന്നതാണ്. 2 വെറ്റ് പെരീന. ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല, ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. ഇത് ഗർഭമുണ്ട്. എന്റെ അടുത്ത് പഠിച്ച മക്കളിൽ 90% ഇങ്ങനെ. കുടുംബത്തിൽ മൊത്തം അങ്ങനെ. ഒരു പ്രശ്നവുമില്ല.
CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, ഇതിപ്പോൾ വ്യാപകമായി ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു. ഇതിപ്പോൾ ഒരു മരണം പുറത്തു വന്നതുകൊണ്ടാണ് ഇതറിയുന്നത്. ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ വ്യാപകമായി നടക്കുന്നു. അശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ ചികിത്സാ രീതികളോട് വിശ്വാസമില്ല. മതപരമായ കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കണം. ഇത്തരം ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് പുറത്ത് ഇത് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇനിയും ഇത്തരം ആവർത്തിക്കുന്ന സംഭവങ്ങൾ ധാരാളമായി മലപ്പുറത്തെ ഗ്രസിച്ചിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, ഈ ഒരു യുവതിയുടെ മരണം, പ്രസവത്തിനിടെയുള്ള യുവതിയുടെ മരണം സത്യത്തിൽ മലപ്പുറത്തിൻ്റെ ആരും പറയാത്ത ഒരു യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുന്ന സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം വീട്ടുപ്രസവങ്ങൾ നടക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം അത് മലപ്പുറത്ത് നടക്കുന്ന അല്ലെങ്കിൽ പ്രചരിക്കുന്ന കടുത്ത മതപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളെ തുടർന്നാണ് എന്ന് പറയാതിരിക്കാനാകില്ല. കാരണം അത്രമാത്രം യൂട്യൂബ് ചാനലുകൾ വഴി ആളുകളെ പ്രബോധിപ്പിക്കുന്ന തരത്തിൽ ഇതിനൊക്കെ നിർബന്ധിക്കുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. അത് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ആളുകൾ അതിൽ എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സിറാജുദ്ദീൻ്റെ ഭാര്യയുടെ മരണം. പലപ്പോഴും ഇതിനെക്കുറിച്ച് ആർക്കും തുറന്നു പറയാൻ കഴിയുകയില്ല. ഇത് മതപരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് മതപണ്ഡിതർ വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ പോലും തങ്ങളുടെ ഭാര്യമാരെ മറ്റുള്ളവർ കാണണ്ട എന്ന് ആഗ്രഹിക്കുന്ന പുരുഷ മേധാവിത്വം നിറഞ്ഞ സ്വഭാവമുള്ളവർ ഈ മതത്തിൽ പറഞ്ഞതിനെ വളച്ചൊടിച്ചും അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെ ഒട്ടും അടിത്തറയില്ലാത്ത കാര്യങ്ങളായി ചിത്രീകരിച്ചും ഇത് മുഴുവൻ ആളുകളെ പറ്റിക്കുന്നതിനും അതേപോലെ ഈ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ പ്രകൃതിദത്തമല്ല എന്ന് പ്രചരിപ്പിച്ചുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ നിർബന്ധിക്കുന്നു എന്നൊരു വസ്തുത തന്നെയാണ്. ഇതിൽ ഈ സമയത്ത് ഇതെല്ലാം ചർച്ചയാകുന്നു എന്നതിനപ്പുറം എത്ര പേർ ഈ പ്രചാരണങ്ങൾക്ക് എതിരെ രംഗത്ത് വരും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം. ഇവിടെ നമുക്ക് ആശാവഹമായിട്ട് കാണാൻ കഴിയുന്ന ഒന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ കഴിഞ്ഞ സംഭവത്തിലുണ്ടായ ഇടപെടലാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പിടികൂടും, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസം SP പറഞ്ഞപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇന്ന് ആ കേസുമായി ബന്ധപ്പെട്ട വൈറ്റാട്ടി അവരുടെ മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ വൈറ്റാട്ടിക്കും നരഹത്യ കുറ്റത്തിനാണ് കേസെടുക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഈ സ്ത്രീ അമിത രക്തസ്രാവം മൂലം മരണത്തോട് മല്ലിടുമ്പോൾ അവരും ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഭർത്താവിനുണ്ടെങ്കിൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവർ തയ്യാറായില്ല. വൈറ്റാട്ടിയും അതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഈ പറയുന്ന തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകളോടും സംവിധാനങ്ങളോടുമുള്ള വിമുഖതയാണ് ആ ജീവൻ നഷ്ടമാക്കിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പോലീസ് പിടികൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ട് ഇതിനെ നേരിടുന്നു. നിയമപരമായിട്ട് ഏതറ്റം വരെ പോകാൻ കഴിയുമ്പോൾ ആ അറ്റം വരെ പോകുമെന്നൊരു സന്ദേശം തന്നെയാണ് പോലീസ് നൽകുന്നത്. പക്ഷേ അതിനപ്പുറം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളെ എങ്ങനെ ചെറുക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക അത്ര എളുപ്പമല്ല. കാരണം മതപരമായ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പറയുന്നത് മതത്തിനെതിരെ പറയുമോ എന്നുള്ള ആശങ്ക നേതൃത്വത്തിനും അല്ലെങ്കിൽ ഈ പല മേഖലയിലുള്ളവർക്കുമുണ്ട്. അത് തന്നെയാണ് ഈ കാര്യങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നവർ പരിചയമായിട്ടും ആയുധമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതും. അതിനെതിരെ വലിയ പ്രചാരണം എല്ലാ അർത്ഥത്തിലും വേണമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിലും പറയാനുള്ളത്. ഈ കേസിൽ ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുണ്ട് അനുമോദ്. 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പ്രസവമെടുക്കാൻ സഹായിച്ച ഫാത്തിമ, മകൻ അബൂബക്കർ സിദ്ദീഖ് എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖാണ് ഫാത്തിമയെ സിറാജിന്റെ വീട്ടിൽ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സമയം മുതൽ രാത്രി ഏറെ വൈകും വരെ ഫാത്തിമ സിറാജിന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ ഈ മരണം അത് ഏതാണ്ട് ഉറപ്പാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ വീട്ടിലെ പ്രസവം അങ്ങനെ മുന്നോട്ട് പോകാൻ ഇവർ തുനിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം വൈകുന്നേരം ഈ അബൂബക്കർ സിദ്ദീഖാണ് ഈ ഫാത്തിമയെ കൊണ്ടുവരുന്നത്. അതായത് അബൂബക്കർ സിദ്ദീഖുമായിട്ടാണ് ഈ പറയുന്ന തരത്തിലുള്ള ഇടപാടുകളൊക്കെ ഉണ്ടായിട്ടുള്ളതെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇതിന് സഹായിച്ചു എന്നതാണ് അബൂബക്കർ സിദ്ദീഖിനെതിരെയുള്ള കുറ്റം. പക്ഷേ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി ഇവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭർത്താവോ അല്ലെങ്കിൽ അവിടെ ഈ വൈറ്റാട്ടി അയച്ചെന്ന ഇവരോ അതിനുള്ള നടപടി സ്വീകരിക്കാത്തതാണ് അവർക്കെതിരെ നരഹത്യ കുറ്റം ചുമത്താനുള്ള ഒരു കാരണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഈ സിറാജുദ്ദീൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിറാജുദ്ദീനെ സഹായിച്ച മറ്റ് വ്യക്തികളിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നു എന്ന് പോലീസ് പറയുമ്പോൾ ഇത് പോലീസിനെ സംബന്ധിച്ച് നിയമപരമായിട്ട് ഇതിൽ എടുക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും പോലീസ് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്രയും ആഴത്തിലുള്ള വ്യാപകമായിട്ടുള്ള അന്വേഷണമോ അറസ്റ്റോ നടപടികളോ ഒന്നും തന്നെ മുൻപ് ഒരിക്കലും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ
നിയമത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന ഈ കാര്യത്തിൽ അതെല്ലാം ചെയ്യുമെന്ന് പോലീസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്ന മനുഷ്യ ജീവന് വില കൽപ്പിക്കാതെ അന്ധവിശ്വാസങ്ങളുടെയും മൂഢസങ്കല്പങ്ങളുടെയും മാത്രം ലോകത്ത് നിൽക്കുന്ന ഇത്തരം കാര്യങ്ങളുടെ വക്താക്കളായി നിൽക്കുന്നവർക്കെല്ലാം നിയമപരമായിട്ട് ചിലപ്പോൾ അവർക്ക് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ സംഭവവികാസങ്ങൾ. അതാണ് സാഹചര്യം. ഏതായാലും മലപ്പുറത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഈ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കുന്നു. ഇത് കണ്ട് പലരും ഇതിൽ വശംവദരാവുകയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നു. അപകടകരമായ, ജീവന് പോലും ഭീഷണിയായ തരത്തിലുള്ള ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവങ്ങൾ, ഈ മരണമെങ്കിലും അതിനുള്ള അവബോധം സൃഷ്ടിക്കട്ടെ ഇത്തരക്കാർക്ക് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അവർ സ്വതന്ത്രമായി അവരുടെ ഒരു തീരുമാനമെടുക്കുകയും പണ്ടുകാലത്തൊക്കെയും നടന്നതുപോലെ വളരെ സ്വസ്ഥമായ, സന്തോഷകരമായ പുതുജീവനെ ഏറ്റെടുക്കുന്ന സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയായ, അതിന് കാരണക്കാരായ ആളുകൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. വളരെ ഹൃദ്യമായി അത്തരം ആളുകളെ, നിങ്ങളുടെ ബാച്ചിൽ പഠിച്ച ആളുകളെ ഒന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് വിളിക്കുകയാണ്. ആ നിമിഷത്തിൽ